എന്താണ് ഒരു വിലയിരുത്തൽ? എന്താവും? അർജന്റീന ഇപ്പം ഫോമിലല്ല, എന്നാലും ഇതുവരെ കളിച്ച ഈജിപ്തിനോടൊക്കെ നൂൽപാലത്തിന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ കമ്പറ്റീവ് ടീം പല ആൾക്കാരും പലതും പറഞ്ഞിനി. അപ്പൊ ഇത് ഇപ്പോ ഒരു പിന്നെ സ്വിറ്റ്സർലാൻഡിന്റെ എതിരാളികള് യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമാണ് സ്വിറ്റ്സർലാൻഡ്. ഒരു നല്ല പ്രതിരോധം കാഴ്ചവെക്കുന്ന ടീമാണ് സ്വിറ്റ്സർലാൻഡ്. മുറാട്ടി അഗൈനുണ്ട്, അതേമാതിരി പിന്നെ ഗ്രഗർ കൂപ്പലയുണ്ട്, മാനുൽ അഗാജി ഉണ്ട്, നിക്കോ എൽബഡി ഉണ്ട്, റിക്കാർഡോ റോഡിഗ്രസ് ഉണ്ട്, സിൽവൻ വിഡ്നർ ഉണ്ട്, അർഡൻ ജസാരി ഉണ്ട്, നെംബോളയുണ്ട്. സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിന്റെ ശക്തമായ ടീമാണ്. പ്രതിരോധം ശക്തമായ കളിക്കുന്ന ഒരു ടീമാണ് സ്വിറ്റ്സർലാൻഡ്. കൗണ്ടർ അറ്റാക്കിംഗ് ആയിരുന്നു നടത്തുക. പക്ഷെ അർജന്റീന ഇതുവരെ ഒരു ഫോം അല്ല. പക്ഷെ ഈജിപ്തിന്റെ അവസാനം കളിച്ച് ഒരു 15 മിനിറ്റ് വല്ലാത്ത കളിയാ. ആ കളി ഒരു ഫസ്റ്റിൽ എടുക്കില്ല. ഫസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിനെ മറികടക്കാം. പക്ഷെ അവിടെ പിന്നെ നിക്കോ പാസ് എന്ന് പറഞ്ഞ കളിക്കാരനെ സ്കലോണി അവിടെ ഉൾപ്പെടുത്തില്ല. ഞാൻ എന്താ അറിയില്ല. പക്ഷെ ഡിഫൻസ് അത്ര പോരാ. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശക്തമായ ഡിഫൻസ് ഇനി ഡിഫൻസ് കുറച്ച് ദുർബലാണ് കാണുന്നത്. പക്ഷെ ഇന്ന് മാറ്റം വരുത്തുമെന്നുള്ളത് കണ്ടറിയാം. സ്കലോണി നല്ല അറ്റാക്കിംഗ് അവസാന നിമിഷം ഈജിപ്തിനെതിരെ ശക്തമായ അറ്റാക്കിംഗ് നടത്തുന്നു. പക്ഷെ സ്വിറ്റ്സർലാൻഡ് പ്രതിരോധം ഭയങ്കര പ്രതിരോധം. ആദ്യം ഒരു ഗോൾ അടിച്ചാൽ തിരിച്ചടിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും അർജന്റീന. എന്നാലും മെസ്സി ഉള്ളിടത്തോളം കുറഞ്ഞൊരു കേപ്പ് കിട്ടിയാൽ മതിയല്ലോ. ആ കേപ്പ് കിട്ടിയാൽ കേപ്പിന്റെ ഉള്ളിൽ അടിക്കുന്ന കളിക്കാരാണ് മെസ്സി. അപ്പൊ സ്വിറ്റ്സർലാൻഡിൽ മറികടക്കും എന്നാണ് പ്രതീക്ഷ. സെമി ഫൈനലിൽ കടക്കും എന്നാണ് പ്രതീക്ഷ.